Hello students, let us consider the next topic of module 2, that is USB or Universal Serial Bus. USB is a serial bus communication protocol, and it is a plug and play interface that allows a computer to communicate with the peripheral and other devices. USB connected devices cover a broad range, anything from keyboards and mouse to music players and flash drives. They may be also used to send power to certain devices such as smartphones, tablets, as well as charge their batteries. അതായത് ഇവിടെ നമുക്ക് യു എസ് ബി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിവൈസാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ഇൻ്റർഫേസ് ആണ് പറയുന്നത്. ആക്ച്വലി പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അതായത് ഡിവൈസസ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ ഡിവൈസസ് ആഡും അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും വിതൗട്ട് ചേഞ്ചിങ് ദ അതായത് ഹാർഡ്വെയർ. അപ്പോൾ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ മാറ്റാതെ തന്നെ നമുക്ക് ഡിവൈസസ് ആഡും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൽ. ഓക്കെ, ആൻഡ് പെരിഫറൽ അതർ ഡിവൈസസ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കീബോർഡ്, മൗസ്, മ്യൂസിക് പ്ലെയേഴ്സ്, ഫ്ലാഷ് ഡ്രൈവ്സ് ഇതെല്ലാമാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ സർട്ടൻ ഡിവൈസസിൽ പവർ സെൻഡ് ചെയ്യാൻ പറ്റും ആൻഡ് ബാറ്ററീസ് ചാർജ് ചെയ്യാൻ പറ്റും യു എസ് ബി വഴി. ഈസിയർ കണക്ഷൻ ബിറ്റ്വീൻ പി സീസ് ആൻഡ് മോണിറ്റേഴ്സ്, പ്രിൻറ്റേഴ്സ്, ഡിജിറ്റൽ സ്പീക്കേഴ്സ്, മോഡം, സ്കാനേഴ്സ്, ഡിജിറ്റൽ ക്യാമറാസ്, ജോയ്സ്റ്റിക്സ്, മൾട്ടിമീഡിയ, ഗെയിം എക്യുപ്മെൻറ്റ്. ഓക്കെ, ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഇനി 2 ഡേറ്റ റേറ്റ്സ് ആണ്. 12 megabits per second for increased bandwidth devices, 1.5 megabits per second for lower speed devices, that is joysticks, game pads, etc. Then tiered star topology can be used. One USB device hub connected to PC. Hub can be embedded in devices like monitor, printer or keyboard, or can be standalone. Multiple USB devices can be connected to hub. Up to 127 devices can be connected like this. And USB host controller will manage and control the bandwidth and driver software required by each peripheral. അതായത് ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കണക്ഷൻ, അതായത് പി സിയും അതുപോലെ വേരിയസ് ഡിവൈസസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും യു എസ് ബി യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ പ്രിൻറ്റേഴ്സ്, ഡിജിറ്റൽ സ്പീക്കേഴ്സ്, സ്കാനേഴ്സ്, ഡിജിറ്റൽ ക്യാമറാസ്, ജോയ്സ്റ്റിക്സ് ഇതെല്ലാം വരും. ഇനി 2 ഡേറ്റ റേറ്റ്സ് ആണ്. ഇൻക്രീസ് ബാൻഡ്വിഡ്ത്ത് ആണെങ്കിൽ 12 megabits per second, ലോവർ സ്പീഡ് ഡിവൈസസ് ആണെങ്കിൽ 1.5 megabits per second. സ്റ്റാർ ടോപ്പോളജി ആണ് യൂസ് ചെയ്യുന്നത്. ഒരു യു എസ് ബി ഉണ്ടാവും കണക്റ്റഡ് ടു പി സി. ഓക്കെ, ഹബ്ബ്. ദെൻ മൾട്ടിപ്പിൾ യു എസ് ബീസ് ക്യാൻ ബി കണക്റ്റഡ് ടു ഹബ്. 127 ഡിവൈസസ് ആണ് ആക്ച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഹബിലേക്ക്. ദെൻ ഒരു ഹോസ്റ്റ് കൺട്രോളർ ഉണ്ടാവും, യു എസ് ബി ഹോസ്റ്റ് കൺട്രോളർ. അപ്പോൾ എല്ലാ പിന്നെ ബാൻഡ്വിഡ്ത്ത് അതുപോലെ തന്നെ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് പെരിഫറൽസ് യൂസ് ചെയ്യേണ്ടത് അതെല്ലാം മാനേജും അതുപോലെ തന്നെ കൺട്രോളും ചെയ്യും. ദെൻ ദ വേരിയസ് വേർഷൻസ് ഇൻ യു എസ് ബി. There have been 3 major USB standards, 3.1 being the newest. That is USB 3.1 called Super Speed Plus. USB 3.1 compliant devices are able to transfer data at 10 gigabits per second, that is 10,000 to 40 megabits per second. USB 3.0 എന്ന് പറയുന്നത് called Super Speed USB, that is USB 3.0 compliant hardware can reach a maximum transmission rate of 5 gigabits per second, 5120 megabits per second. Then USB 2.0 called high speed USB, that is USB 2.0 compliant devices can reach maximum transmission rate of 480 megabits per second. Then USB 1.1 called full speed USB, and these devices can reach transmission rate of 12 megabits per second. Most USB devices and cables today adhere to USB 2.0 and a growing number to USB 3.0. Then USB system overview. USB system is made of host, multiple number of USB ports and multiple peripheral devices connected in a tiered star topology. Okay, അപ്പോൾ ഇവിടെ ഒരു യു എസ് ബി സിസ്റ്റമിൽ ഹോസ്റ്റ് ഉണ്ടാവും. ദെൻ മൾട്ടിപ്പിൾ യു എസ് ബി പോർട്സ് ആണ്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഹബ്ബ് നമുക്ക് കാണാം, സ്റ്റാർ ടോപ്പോളജിയാണ്, റൂട്ട് ഹബ്ബ്.
ഹോസ്റ്റ് ഡിവൈസ് യൂഷ്വലി ഒരു പി സി ആയിരിക്കും. പെരിഫറൽ ഡിവൈസസ് യെല്ലോ ബോക്സിൽ കാണാം പെരിഫറൽ ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാവുക. സ്റ്റാർട്ട് ടോപ്പോളജി. Then USB is usually an addressable bus system with a 7-bit address code, so it can support up to 127 different devices or nodes at once. However, it can have only one host, the PC itself. So PC with its peripherals connected via the USB forms a star local area network. അതായത് ഇവിടെ USB ഒരു അഡ്രസ്സബിൾ ബസ് സിസ്റ്റമാണ്. 7-bit അഡ്രസ് കോഡാണ്. അപ്പോൾ 127 ഡിഫറെൻറ്റ് ഡിവൈസസ് ഓർ നോട്ട്സ് ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓൾ സീറോസ് കോഡ് ഇസ് നോട്ട് എ വാലിഡ് അഡ്രസ്. ഓക്കെ, എല്ലാം സീറോസ് ആവാൻ പാടില്ല അഡ്രസ്സ്. ദെൻ ഇറ്റ് ക്യാൻ ഹാവ് ഓൺലി വൺ ഹോസ്റ്റ്. ഓക്കെ, പി സി മാത്രമാണ് ഹോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് സോ പി സി വിത്ത് ഇറ്റ്സ് പെരിഫറൽസ് കണക്റ്റഡ് വയ ദ USB ഫോംസ് എ സ്റ്റാർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്.